ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് ആൻഡ് ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ചെറിയൊരു കുഞ്ഞ് ചെടി വെക്കുന്ന വീട്ടിലാണ്. ചെടി വരുമ്പോൾ പച്ചമുളക് ചെടി കേട്ടോ. അതായത് നീളം മുളകുള്ള ചെടിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ വളവും കാര്യങ്ങളും ഡീറ്റെയിൽസുകളാണെന്ന് പറയാൻ പോകുന്നത്. പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അപ്പോൾ നമ്മുടെ നേരെ വീഡിയോ നമ്മൾ അത്യാവശ്യം ഇത് തന്നെ അത്യാവശ്യം 20 രൂപയുള്ള ഗ്രോ ബാഗാണ്. ഗ്രോ ബാഗുകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളതിൽ ചാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ചാക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്ന് വെച്ചാൽ ഒരു ഗ്രോ ബാഗിന് തന്നെ ഏകദേശം 20 രൂപയോളം വരുന്നുണ്ട്. നമ്മളൊരു 10-15 എടുക്കുമ്പോൾ ചെറിയ ഡിസ്കൗണ്ടൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലോട്ട് മണ്ണ് സെറ്റ് ചെയ്യാം കേട്ടോ. നാളം മുതൽ സെൻറ്റ് അടിച്ചോണ്ട് നോക്കി ഇത് എന്തിനാ ഇത് നമ്മൾ ഏകദേശം 45 ദിവസത്തോളം പ്രായമായിട്ടുള്ളൊരു മുളക് തൈയാണ്, നീളം മുളക് തൈ കേട്ടോ. ഇതും ഒരേ ലെവലിലാണ്. പക്ഷേ നമ്മൾ ഒരു ഗ്രോ ബാഗിലിട്ട് ഒരു ചാക്കിലിട്ട് വിത്തെടുത്ത് കുത്തിയിട്ട് വളർത്തിയതാണ്. അതുകൊണ്ട് ഈ ചില ചെടികൾ നല്ല വളർച്ചയും ചിലത് ചെറുതുമുണ്ട്. അപ്പോൾ നമുക്ക് 2 പ്ലാന്റ് എന്തായാലും നമ്മളൊരു ഗ്രോ ബാഗിൽ വെക്കാം കേട്ടോ. വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വളം പരിചയപ്പെടാം. ഇതാണ് കേട്ടോ, ഓർഗാനിക് മിക്സ്ഡ് വളമാണ് അത്. ഏകദേശം അതിൽ നോക്കിക്കോളൂ ചാണകപ്പൊടി, എല്ലുപൊടി, അത് വേപ്പിൻ പൊടി, ആട്ടിൻകാട്ടം, അതുമാതിരി കോഴിക്കാട്ടം, ഏകദേശം നമ്മളെ ചകിരി കമ്പോസ്റ്റ്, അങ്ങനെ 6 തരം വളങ്ങളും മിക്സായിട്ട് വരുന്ന ഓർഗാനിക് ഫാമിൻ്റെ ഒരു വളമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും കേട്ടോ. അത് പ്ലാന്റ്സ് ആയാലും ശരി, നമ്മളിപ്പോൾ പച്ചക്കറികളായാലും ശരി നല്ല ഗ്രോത്ത്. ഞാൻ ഇതിനു മുമ്പ് തക്കാളിക്കൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിക്കും ചീരയ്ക്കൊക്കെ ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്ക് നല്ല റിസൾട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഞങ്ങളുടെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നതൊക്കെ കണ്ടോ. കുഴൽമന്താണ് അതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് 1 വർഷം 2 വർഷമായിട്ട് വളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കഴിഞ്ഞാൽ കുറച്ചും കൂടെ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നവർക്ക് കുറച്ചും കൂടെ നല്ല കയറുകൾ നല്ല ഗ്രോത്ത് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ ഇതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അടിവളമായിട്ട്. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. തന്നെ 6 സെറ്റ് വളമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും നോക്കാം കേട്ടോ. വീഡിയോയിൽ എത്ര അളവിലിട്ടൊന്നും നോക്കാം. ഒരു ചെടിക്ക് ജസ്റ്റ് നമുക്ക് കൊട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടി ഇടാക്കി കാണിച്ചു. ഇത് കണ്ടോ, നമ്മുടെ ഏകദേശം എല്ലാം ചാണകപ്പൊടി എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു 6 സെറ്റ് ആയിട്ടുള്ള വളമാണ്. നല്ല നമുക്ക് അടിയിലോട്ട് ഏകദേശം ഇത്ര മതി കേട്ടോ. പ്ലാന്റ് തൈ വന്നിട്ട് 14 ദിവസം പ്രായമായിട്ടുള്ള ചെടിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിയിലൊന്ന് ഇട്ട് കൊടുത്തു ഏകദേശം പകുതി കിട്ടുള്ളൂ. ഇരുന്നോട്ടെ, ഇത്ര മതി കേട്ടോ. നമുക്ക് അടിയിൽ നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും. പിന്നെ ചെടി വളർന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് പച്ചമുളക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലുള്ളൊരു വളമാണ്. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മണ്ണ് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം അടി വളം പറയണത് ഈ വളം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മേലെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് മണ്ണിലോട്ടും എല്ലാവിടെയും ഇറങ്ങി നന്നായിട്ട് പ്ലാന്റ് ഗ്രോത്ത് ആയിട്ട് വളരുന്നത് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ തന്നെ വളം ഏകദേശം ഏരിലൊക്കെ പിടിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് ഒരുപാട് വളം വേണം കേട്ടോ. തൈ ഒന്ന് വേര് പിടിച്ച് കിട്ടുന്നവരെ കുറച്ച് വെള്ളം മതി. അതിൻ്റെ ചെടി അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ട് കുറച്ചും കൂടി വളർന്ന ശേഷം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ.